ഹലോ കൂട്ടുകാരെ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലാരും ഇല്ല കേട്ടോ, നമ്മളിവിടെ പെട്ട് വെളിയിലിരിക്കുവാണ്. അതായത് നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് പോയിട്ട് അപ്പോൾ നമ്മൾ ഒരു സ്ഥലം വരെ പോയതായിരുന്നു. അപ്പോൾ അമ്മ ഇവിടെ ഇല്ലാതായി പോയി, അമ്മയുടെ കയ്യിൽ ചാവി ആയിപ്പോയി, നമ്മൾ ചാവിയോട്ട് എടുത്തതുമില്ല. അപ്പോൾ ഒരു സ്പെയർ ചാവി ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അത് എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിവിടെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വചേട്ടനും കുഞ്ഞാപ്പി ഇവിടെ അപ്പുറത്ത് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അപ്പോൾ ഈ കസേര ഇരിക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി. അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അമ്മ ഇനി എപ്പോൾ വരും എന്ന് ഉള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നതുമില്ല. ഇനി ഇവിടെ കുറച്ച് നേരം കൂടെ നമുക്ക് നോക്കാം. ഒരു കല്യാണത്തിന് പോയേക്കുവാണ്. അപ്പോൾ ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഇനി എപ്പോൾ വരും എന്നുള്ളതാണ് അറിയാത്തത്. അപ്പോൾ അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഇത് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ചാവിയിട്ട് പൂട്ടിയേക്കുവാണ്. അപ്പോൾ നമുക്ക് തുറക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വന്ന ആ ഒരു വരവിൽ തന്നെ ഇവിടെ തന്നെ ഞാൻ നിൽക്കുവാണ് കേട്ടോ. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. എനിക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങളും അങ്ങനെയാണോ എന്ന് പറയുന്നത്? എനിക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. നിങ്ങൾ അങ്ങനെ എൻ്റെ കൂട്ട് മടിയുള്ള ആൾക്കാരാണോ? അപ്പോൾ കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് എന്ത് ഫുഡ് കഴിച്ചാലും എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. കുറച്ച് സമയം മതി. ആ കുറച്ച് സമയം എനിക്കൊന്ന് ഒരു ശല്യവും ഇല്ലാതെ ഒന്ന് കിടക്കണം. എന്നാൽ മാത്രമേ എനിക്ക് പിന്നെ ഒരു സമയത്ത് എഴുന്നേക്കാനും ഒക്കെ ഒരു മൂടും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് തലവേദന എടുക്കും. അപ്പോൾ ഇനി ഇന്നത്തെ കിടത്ത് എൻ്റെ ഗോവിന്ദയാണ്. ഇനിയിപ്പം അമ്മ എപ്പോഴാണ് വരുന്നതെന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ തലയിലെല്ലാം താരണമായിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്കുള്ള താരണമുണ്ട് തലയിൽ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്കൊക്കെ നരകളുമുണ്ട് ഗൈസ്. കണ്ടോ, ഞാൻ പ്രായം ചെന്നിരിക്കുന്നു. ഇങ്ങനെ നര കാണുമ്പോഴാണ് എൻ്റെ വയസ്സ് കൂടിയല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ. നമുക്ക് ആയിട്ട് എനിക്ക് നര വന്ന് തുടങ്ങിയിട്ടുണ്ട്. തന്നെ കണ്ടോ. ഇത് ഞാൻ വെളിക്കായി കാണിക്കത്തില്ല. എനിക്ക് പ്രായമൊന്നും ഇല്ലെന്നാണ് ഞാൻ എല്ലാവരുടെയും അടുത്ത് പറയുന്നത്. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.